അപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞ തിരുമേനി ക്ഷണിക്കണം, ഈ കാര്യത്തിൽ എനിക്ക് ഒരു ചെറിയ വിട്ടുവീഴ്ച തരണം. അതെന്താണെന്ന് ചോദിച്ചു. ഞാനതിന് പ്രിപ്പയർഡ് ആയിട്ടില്ല, ഐ നീഡ് മോർ ടൈം. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം നടക്കാത്തതിലുള്ള പ്രയാസം ഇൻസ്റ്റൻ്റായിട്ടുള്ള റിയാക്ഷനാണ്, അത് നമുക്ക് മനസ്സിലാവും. ഞാൻ കോളേജ് പഠനം പൂർത്തിയാക്കി ഐ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. ഞാൻ ഇവിടെ വന്നു, 2 സ്ഥലത്ത് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ വരണം, പരുമലയിൽ ബാബായുടെ ഖബറിലും പോകണം. ഇവിടെ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു, ഇനിയും തീരുമാനമെടുക്കാൻ വൈകാൻ പാടില്ല. ഞാൻ ഈ ഖബറിൽ നിന്നാണ് ഒരു ദേറാപ്പെട്ട കേൾക്കാൻ തീരുമാനമെടുക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകവും എൻ്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. ഞാനിത് പറഞ്ഞത് വേറൊന്നിനുമല്ല, നമ്മുടെ സഭയിൽ സാക്ഷ്യം പറിച്ചതൊന്നുമില്ല. ഇന്ന് നമ്മുടെ പൗരസ്ത്യ സമാജത്തിൻ്റെ ക്രിസോസ്റ്റം തിരുമേനി രാവിലെ ഒരു പ്രസംഗം ഇവിടെ നടത്തി. അദ്ദേഹം 2 സാക്ഷ്യം ഇവിടെ പറഞ്ഞു. 100% സത്യമായിട്ടുള്ള സാക്ഷ്യമാണ്. അത്രമേൽ പരിശുദ്ധനായ ബാബായുടെ മധ്യസ്ഥത അതിശക്തമാണ്. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഒരു പക്ഷേങ്കിൽ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്ക് വിശ്വാസികളുടെ സാക്ഷ്യം പറയാനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അതൊന്നും മണർകാട്ട് പള്ളിയിലും ഇവിടെയും കോതമംഗലം പള്ളിയിലും ഒന്നും ദിവസങ്ങളോളം സാക്ഷ്യം പറഞ്ഞാലും അത് തീരാൻ പോണില്ല. ഇത് പറയാൻ ഒരു കാരണോടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മാരാമൻ കൺവെൻഷനെ സംബന്ധിച്ചിരുന്നു. അവിടെ ഒരു സെഷൻ ഇങ്ങനെ രോഗികളുടെ ഒക്കെ പേര് വായിക്കും. അപ്പോൾ ആ കൺവെൻഷനിരിക്കുന്ന ആളുകൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ആ കൺവെൻഷൻ പന്തലുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിച്ച കുറേ ആളുകളുടെ പേരിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോയി, ദൈവമേ, നമ്മുടെ സഭയും ഇങ്ങനെ ഒരു ആളുകൾക്ക് ലഭിച്ച സൗഖ്യം സംബന്ധിച്ചുള്ള ഒരു സാക്ഷ്യം പറയുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതൊരു കാലത്തും ആ സാക്ഷ്യം പറ്റി അവസാനിക്കാൻ പോകുന്നില്ല. അതൊരു സാക്ഷ്യമാണ്. ഞാനത് പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധ മോറാന്റെ ഖബറുകൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കാതെ പോയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ അഥാനാസിയോസ് തിരുമേനി കുറേ കാര്യങ്ങൾ കൽപ്പിക്കുകയുണ്ടായി. ചരിത്രപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാലും ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, തിരുമേനി പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും സഭയുടെ ഔദ്യോഗിക പത്രമായ വിശ്വാസ സംരക്ഷകരിൽ വന്യമൂലയിൽ പാർപ്പിസ്കോപ്പാച്ചൻ എഴുതിയതായ ആർട്ടിക്കിളുണ്ട്. അതെല്ലാവരും നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആരെങ്കിലും ഒക്കെ വായിച്ചു കാണുമായിരിക്കും. അതിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാൻ മാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ആരെയും ചെറുതാക്കാനല്ല, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയുന്നതല്ല. പരിശുദ്ധ ബാവായുടെ ഒപ്പം അവിടെ നിന്ന് വന്ന ഗബ്രിയേൽ ഷമാസിൻ്റെ സാക്ഷ്യമാണ്. മലങ്കര ശബ്ദത്തിൽ വോളിയം നമ്പർ 46 or something like that. It's been written in the മലങ്കര നമ്മുടെ വിശ്വാസ സംരക്ഷണം. പറയുന്ന എല്ലാ കാര്യങ്ങളും വിവരിക്കുക. കാരണം നിങ്ങൾക്ക് ആ പത്രം മലങ്കര ശബ്ദം നമ്മുടെ വിശ്വാസ സംരക്ഷണം വായിച്ചു അല്ലെങ്കിൽ അത് കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ ഓൺലൈനിൽ വരും.